ഹലോ കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ മലയാളത്തിലെ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ ഒളിച്ചുകളി എന്ന പാഠഭാഗമാണ് എടുക്കുന്നത്. ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വയ്ക്കലുണ്ട്. അത് കണ്ടെത്താൻ രസകരമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത? കണ്ടെത്തൂ. കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഏതാനും ചില വരികൾ തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. ഈ കവിതയിൽ ആരെക്കുറിച്ചാണെന്ന് കുട്ടികൾ കണ്ടെത്തണം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമാർക്ക ബിംബമേതു കാറ്റിലെ വെളുത്ത കണ്ണി വെച്ചയും വിചിത്രരൂപനാരിവൻ. ഇനി കവിതയിലെ അർത്ഥം നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും. തളിർക്കുക എന്നാൽ പുതിയ ഇളം ഇലകൾ വരിക, ഉലയുക എന്നാൽ കാറ്റിൽ ആടുക. തരുക്കൾ മരങ്ങൾ. ഇവിടെ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖ. ശാഖ എന്ന് പറയുന്നത് കൊമ്പാണ്. പുതിയ ഇലകൾ കൊണ്ട് തളിരിട്ട് കാറ്റിലാടി നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പിൽ. ബാക്കി നോക്കാം. കൊളുത്തി നീണ്ട നൂലു രശ്മി. രശ്മി എന്നാൽ കിരണം എന്നാണ് അർത്ഥം. രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമാർക്ക. ആർക്കെന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. ബിംബമേതു കാറ്റിലെ. ബിംബം എന്നാൽ രൂപം എന്നാണ് അർത്ഥം. വെളുത്ത കണ്ണി വെച്ചയും വിചിത്രരൂപനാരിവൻ. വിചിത്രൻ എന്നാൽ അത്ഭുതകരമായ എന്നും രൂപൻ എന്നാൽ രൂപമുള്ളവൻ എന്നുമാണ് അർത്ഥം. ഈ കവിതയിൽ ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞത് മനസ്സിലായോ? അതെ, ചിലന്തിയെക്കുറിച്ചുള്ളതാണ്. കവിതയുടെ ആശയം: പുതിയ ഇലകൾ കൊണ്ട് തളിരിട്ട് കാട്ടിൽ ആടി നിൽക്കുന്ന മരക്കൊമ്പിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നൂല് പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നീലിച്ചു കാണുന്ന സൂര്യബിംബം പോലെയുണ്ട്. കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിപ്പ്. കൗതുകം തോന്നുന്ന ആകൃതിയിലുള്ള ഇവൻ ആരാണ്? നമുക്കിനി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. തളിർത്ത്, ശാഖ, ബിംബം, ഉലഞ്ഞ്, രശ്മി, തരുക്കൾ, ആർക്കൻ, വിചിത്രരൂപൻ. തളിർത്ത് എന്നത് പുതിയ ഇളം ഇലകൾ വരുക. ശാഖ കൊമ്പ്. ബിംബം രൂപം. ഉലഞ്ഞ് കാറ്റിൽ ആടുക. രശ്മി കിരണം. തരുക്കൾ മരങ്ങൾ. ആർക്കൻ സൂര്യൻ. വിചിത്രരൂപൻ വിചിത്രമായ രൂപമുള്ളവൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കവിതയ്ക്ക് എന്തു പേരിടും? കവിതയിൽ നിന്നു കിട്ടിയ ഏതെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ. ഞാൻ കവിതയ്ക്ക് വിചിത്രരൂപൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. കാരണം കവിതയിൽ എട്ടുകാലിയുടെ രൂപങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നൽകാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.